സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളും ഒരേ സമയത്ത് ഒരേ യുവാവിനെ തന്നെയാണ് പ്രണയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിലെ ഒരുവളാവട്ടെ വല്ലാതെ നാണക്കാരിയായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ അവൾ പേടിച്ചിരുന്നുമുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്താവട്ടെ അവൾക്ക് എതിർവശത്തുള്ള സ്വഭാവക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സുഹൃത്താവട്ടെ ആ യുവാവിന്റെ ഗേൾഫ്രണ്ടായി മാറുന്നുമുണ്ട്. സന്ദർഭം അവളെ വല്ലാതെ വിഷമത്തിലാഴ്ത്തിയെങ്കിലും അവരിരുവരുടെയും ബന്ധത്തിൽ അവള് വളരെയധികം സത്യസന്ധമായിട്ട് തന്നെ ഹാപ്പിയായിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മാതാപിതാക്കളാവട്ടെ അവരിരുവരുടെ ബന്ധത്തെ അംഗീകരിച്ചതുമില്ല. നിർബന്ധപൂർവം അവരിരുവരുടെ ബന്ധം അവസാനിപ്പിക്കുന്നുമുണ്ട്. ഇത് അവന്റെ ഹൃദയം വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. മദ്യപിച്ച് അവനാവട്ടെ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി പോകുന്നുണ്ട്. പക്ഷെ മദ്യപിച്ച് അവനാവട്ടെ പെൺകുട്ടിയുടെ സുഹൃത്തായ അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ച് പെൺകുട്ടിയുമായി ഒരു ദിവസം ചെലവഴിക്കുകയും ചെയ്യുന്നു. ചിത്രമായ ഇങ്ങനെ ഒരു അവസാനത്തിലേക്കാണ് അവരുടെ വിധി അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതൊരു തെറ്റിദ്ധാരണയാണെന്ന് പെൺകുട്ടിക്ക് അറിയാമായിരുന്നെങ്കിലും അവള് വളരെ ഹാപ്പി ആയിരുന്നു. ആ ഒരു രാത്രിക്ക് ശേഷം അവരിരുവരും 4 വർഷമായി ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആയിരുന്നു. പക്ഷേ യുവാവ് ഒരിക്കലും അവരിരുവരുടെ ബന്ധത്തെ പബ്ലിക്കിന് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു ദിവസം പെൺകുട്ടിയുടെ സുഹൃത്താവട്ടെ അവളെ വിളിച്ചിട്ട് അവളുടെ പഴയ ബോയ് ഫ്രണ്ടിനെ വീണ്ടും നേടിയെടുക്കുമെന്ന് പറയുന്നു. ഈ ഒരു വിവരം പെൺകുട്ടിയെ വല്ലാതെ വിഷമത്തിലാഴ്ത്തിയത് മാത്രമല്ല, അവൾ ആ വിവരം യുവാവിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവനിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ച പോലെ ഒരു മറുപടിയും ഉണ്ടായില്ല. അവൻ ഉറങ്ങിയതിനു ശേഷം അവൾ കരുതുന്നുണ്ട് അവളുടെ സുഹൃത്തിന് പകരമുള്ള ഒരു പകരക്കാരി മാത്രമാണ് താനെന്ന്. അതുമാത്രമല്ല, സുഹൃത്ത് മടങ്ങി വന്നാൽ ഉടൻ തന്നെ അവരിരുവരുടെയും ബന്ധം അവസാനിക്കുമെന്ന് പറഞ്ഞ് അവൾ പിറ്റേ ദിവസം തന്നെ അവളുടെ ലഗേജ് അടങ്ങിയ ബാഗ് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം പെൺകുട്ടിയാവട്ടെ അവളുടെ സുഹൃത്തിനെ കാണുകയും സുഹൃത്താവട്ടെ അവളുടെ കൂടെ വീണ്ടും ആ യുവാവിനെ നേടിയെടുക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സുഹൃത്തിനോടൊപ്പം നിൽക്കാൻ അവൾക്ക് വിമുക്തതയായിരുന്നെങ്കിൽ പോലും അവളെ സഹായിക്കാമെന്ന് പെൺകുട്ടി സമ്മതിക്കുന്നുണ്ട്. ഡിന്നറിന് ശേഷം അവളുടെ സുഹൃത്താവട്ടെ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ഷൂ ഷോപ്പിലേക്ക് ഷൂ വാങ്ങിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് യുവാവ് അങ്ങോട്ടേക്ക് വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സുഹൃത്താവട്ടെ യുവാവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അവനാവട്ടെ നേരെ അവളടുത്ത് മറുപടി പറയാതെ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് തന്റെ സുഹൃത്തിന്റെ ജന്മദിനമാണെന്നും തനിക്ക് ഒരു ജോഡി ഷൂ വേണമെന്നും ആവശ്യപ്പെടുന്നു. ഉടനടി തന്നെ പെൺകുട്ടി ഒരു ഷൂ അവന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ യുവാവ് അത് പാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ സുഹൃത്താവട്ടെ ഈ സമയത്ത് അവനോട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും മാന്യമായ രീതിയിൽ തന്നെ എക്സ് ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ആ യുവാവ് അവിടെ നിന്ന് പോകുന്നു. ഇത് അവളെ സങ്കടത്തിലാഴ്ത്തുകയും പെട്ടെന്ന് തന്നെ പെൺകുട്ടിയോട് അവൻ ഏതെങ്കിലും പെൺകുട്ടിയുമായി ഇതിനോടകം തന്നെ അഫയറിലായി കഴിഞ്ഞിരിക്കുമോ എന്ന് സംശയവും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടിയാവട്ടെ അവളെ സമാധാനപ്പെടുത്തുന്നു. രാത്രിയിലാവട്ടെ അവളുടെ സുഹൃത്ത് അവളോടൊപ്പം താമസിക്കാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ യുവാവുമായാണ് പെൺകുട്ടി താമസിക്കുന്നതെന്ന് അവൾ കണ്ടുപിടിക്കുമെന്ന് കരുതി തന്നെ പെൺകുട്ടിയാവട്ടെ താൻ താമസിക്കുന്ന സ്ഥലം വളരെയധികം വൃത്തിഹീനമാണെന്നും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാനും സുഹൃത്തിനോട് ആവശ്യപ്പെടുന്നു.